ഹായ് ഗൈസ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി തക്കാളി ചട്നിയാണ്. അതിപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു സവാള, ഇത് 3 എണ്ണവും ഇടാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 2 ചെറിയ ടൊമാറ്റോസ് അരിഞ്ഞതിടാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായി വെന്ത് ഈ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം പോണ വരെ നമുക്ക് ഒരു 2 to 3 മിനിറ്റ്സ് ഇങ്ങനെ വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം. പക്ഷെ അത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ട് വേണം അരയ്ക്കാൻ, കുറച്ച് ചൂട് കുറഞ്ഞിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അധികം ഒന്നും ഭയങ്കരമായിട്ട് ഉടഞ്ഞൊന്നും പോവണ്ട. പിന്നെ ഇത് ക്രഷ് ചെയ്യുമ്പോൾ ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം ക്രഷ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. ഇനി ഇത് താളിക്കാനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച മുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ്ചർ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ഞങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.